ജയിൽ നോമിനേഷൻ 4 പേരെ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു. അതിനകത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത് സിജോ, അഭിഷേക്, ജിൻഡോ, ഗബ്രി 4 പേരാണ്. നമ്മൾ പലരും ഓർത്ത് ഈ 4 പേര് ജയിലിൽ പോയി കഴിയുമ്പോൾ എന്താ നടക്കും സംഭവങ്ങൾ നോക്കിയായിരുന്നു. പക്ഷെ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 പേരായിട്ട് തിരിഞ്ഞു എന്നിട്ട് 2 സൈഡിലായിട്ട് നിൽക്കണം. അതിനിടയ്ക്ക് അവർക്ക് ടേബിളും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നൂലുകളും വലിച്ചിട്ടുണ്ട്. 2 ലെയർ ആയിട്ടുള്ള നൂലായിരുന്നു. ഇപ്പൊ ബസർ അടിച്ചു കഴിയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന ആള് അതിന് മുകളിൽ കൂടെ ബ്രഷ് ഇങ്ങനെ കൊണ്ടുപോകണം. താഴെ വീഴിക്കാതെ കൊണ്ടുപോയി സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ടേബിളിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. വീഴിക്കാതെ കൊണ്ടുപോയിട്ട് ആ ഗ്ലാസ്സിൽ തന്നെ അത് വീഴിക്കണം. ഇങ്ങനെ കൂടുതൽ ബ്രഷുകൾ ഈ ഗ്ലാസ്സിൽ വീഴിക്കുന്ന ആരാണോ അവര് വിജയിയാണ്. വീഴിക്കാത്ത ആള് ജയിലിൽ പോകേണ്ടി വരും. അപ്പൊ ഇവര് ഗബ്രിയും ജിൻഡോയുമായിരുന്നു ഒരു ടീമിൽ സിജോയും അഭിഷേകുമായിരുന്നു. ഇതിൽ അഥവാ ജയിലിൽ പോവുകയാണെങ്കിൽ ജിൻഡോയും ഗബ്രിയും ഒരുമിച്ചിരിക്കേണ്ടി വരും. സിജോയും അഭിഷേകും പോയാൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇവർ രണ്ടുപേരാകുമ്പോ എങ്ങനെ ആയി തീരുമെന്ന് അറിയത്തില്ല. എന്തായാലും രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പം കുറച്ചൊക്കെ മനസ്സലിയിച്ചിട്ടുണ്ട് ഗബ്രിയുടെ. ഏത് രീതിയിലായി തീരുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇവർ രണ്ടുപേര് പോകാതിരിക്കട്ടെ എന്നാണ് കാര്യം. ഇവർ പേര് പോയാൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ടറിയാം ഇനി ആരായിരിക്കും. ഏതായാലും ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരു പ്രൊമോ വന്നിരിക്കുന്നതിനകത്ത് പറഞ്ഞിട്ടില്ല ആരൊക്കെയാണ് വിജയിച്ചിരിക്കുന്നത് ആരാണെന്നുള്ളത് പറയത്തില്ല. പക്ഷെങ്കിൽ ഇവരെല്ലാരും പോയി ആദ്യം പോയി ഗബ്രിയും ഷിജോയും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പുറകെ പോയി ജിൻഡോയും അവരെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആരാ വിജയം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് അത് കണ്ടറിയാം.